ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ, ദി കിങ് ഓഫ് ഫുട്വെയർസ്. ആഹ്ലാദം മുണ്ടുകൾ, ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. നമസ്കാരം. ജില്ലാ വാർത്തകൾ. സംസ്ഥാനം നേരിടുന്ന ഊർജ്ജ പ്രതിസന്ധിക്ക് പരിഹാരം ചെറുകിട ജലവൈദ്യുത പദ്ധതികളും സൌരോർജ്ജ പദ്ധതികളുമാണ് എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ വിലങ്ങാട്ടി ജലവൈദ്യുത പദ്ധതി നാടിന് സമർപ്പിച്ചത്. വൻകിട പദ്ധതികൾക്കും മറ്റും കേന്ദ്രത്തിന്റെയും അനുവാദവും അംഗീകാരവും വേണമെന്നിരിക്കെ ഇത്തരം പദ്ധതികൾക്ക് സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരം മതിയെന്നതും ആശ്വാസകരമാണ്. പ്രധാന വാർത്തകളിലേക്ക്. RSS പ്രവർത്തകന്റെ കൊലപാതകം, സംസ്ഥാന ഹർത്താൽ, ജില്ലയിൽ പൂർണ്ണം. CPM നടത്തിയ കൊലപാതകം ജനാധിപത്യത്തിന് നേരെയുള്ള വെല്ലുവിളിയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ V. മുരളീധരൻ. അന്വേഷണ ഉദ്യോഗസ്ഥൻ മാർക്സിസ്റ്റ് പാർട്ടിയോട് പരസ്യമായി കൂറു പുലർത്തുന്ന ആളാണെന്നും അദ്ദേഹത്തെ അടിയന്തരമായി മാറ്റണമെന്നും മുരളീധരൻ. ഊർജ്ജ പ്രതിസന്ധിക്ക് ആശ്വാസം ചെറുകിട വൈദ്യുത പദ്ധതികളെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. വിലങ്ങാട് ജലവൈദ്യുത പദ്ധതി നാടിന് സമർപ്പിച്ചു. വാർത്തകൾ വിശദമായി. കണ്ണൂർ ജില്ലാ RSS ശാരീരിക് ശിക്ഷൺ പ്രമുഖ് മനോജിനെ വെട്ടിക്കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് RSS സംസ്ഥാനത്ത് ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയിൽ പൂർണ്ണം. ചുരുക്കം ചില ഇരുചക്ര വാഹനങ്ങളും അവശ്യ സർവീസിനായുള്ള വാഹനങ്ങളും നിരത്തിലിറങ്ങിയതൊഴിച്ചാൽ നഗരജീവിതം പൂർണ്ണമായും സ്തംഭിച്ചു. തലശ്ശേരിക്കടുത്ത കതിരൂരിൽ RSS ജില്ലാ ശാരീരിക ശിക്ഷക് മനോജാണ് കഴിഞ്ഞ ദിവസം അക്രമി സംഘത്തിന്റെ വെട്ടേറ്റ് മരിച്ചത്. അക്രമി സംഘം മനോജും സുഹൃത്തും സഞ്ചരിച്ച വാഹനത്തിന് നേരെ ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ആക്രമിക്കുകയായിരുന്നു. മനോജിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ചാണ് RSS സംസ്ഥാന ഹർത്താലിന് ആഹ്വാനം നൽകിയത്. BJP പൂർണ്ണ പിന്തുണയും പ്രഖ്യാപിച്ചു. ഹർത്താൽ ജില്ലയിൽ പൂർണ്ണമായിരുന്നു. ചുരുക്കം ചില ഇരുചക്ര വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. KSRTC ഹർത്താലിന് സമയത്തിന് മുൻപേ തന്നെ സർവീസ് നിർത്തിവെച്ചു. സ്വകാര്യ ബസ്സുകൾ ഒന്നും തന്നെ നിരത്തിലിറങ്ങിയില്ല. ദീർഘദൂര യാത്ര കഴിഞ്ഞെത്തിയവർ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും വാഹനം കിട്ടാതെ വലഞ്ഞു. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. മിഠായിത്തെരുവ്, മാവൂർ റോഡ്, പാളയം, വലിയങ്ങാടി എന്നിവിടങ്ങളിലെ കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞു. ഹോട്ടലുകളും പെട്രോൾ പമ്പുകളും തുറന്നു പ്രവർത്തിച്ചില്ല. തട്ടുകടകളും ചുരുക്കമായിരുന്നു. ഹർത്താലിനെ തുടർന്ന് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ചൊവ്വാഴ്ച സർക്കാർ അവധി പ്രഖ്യാപിച്ചിരുന്നു. കാലിക്കറ്റ്, കേരള, MG, കണ്ണൂർ സർവകലാശാലകൾ പരീക്ഷകൾ മാറ്റിവെച്ചു. പാൽപത്രം തുടങ്ങിയ അവശ്യ സർവീസുകളെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. ബേപ്പൂർ, രാമനാട്ടുകര, ചെറുവണ്ണൂർ, കക്കൊടി തുടങ്ങിയിടങ്ങളിൽ ഹർത്താൽ അനുകൂലികൾ റോഡിൽ മരങ്ങളും കല്ലും നിരത്തിയത് പോലീസ് എടുത്തുമാറ്റി. രാമനാട്ടുകരയിൽ കാറിനു നേരെയും കടകൾക്ക് നേരെയും കല്ലെറു നടന്നു. എയർപോർട്ട്, ആശുപത്രി, വിവാഹ മരണ വാഹനങ്ങളെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. പ്രധാന കേന്ദ്രങ്ങളിൽ പോലീസ് ശക്തമായ സുരക്ഷയും ഏർപ്പെടുത്തി. CPM നടത്തിയ കൊലപാതകം ജനാധിപത്യത്തിന് നേരെയുള്ള വെല്ലുവിളിയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ V. മുരളീധരൻ. ആശയ പാപ്പരത്വമാണ് CPM ഇപ്പോൾ അനുഭവിക്കുന്നത്. കൊലപാതകം സംബന്ധിച്ച് സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തലവൻ മാർക്സിസ്റ്റ് പാർട്ടിയോട് പരസ്യമായി കൂറു പുലർത്തുന്ന ആളാണ്. ഇത് അന്വേഷണത്തെ അട്ടിമറിക്കും. മുൻകാല അനുഭവങ്ങൾ അത് വ്യക്തമായതാണ്. KT ജയകൃഷ്ണൻ മാസ്റ്റർ, TP ചന്ദ്രശേഖരൻ വധക്കേസുകൾ ഉദാഹരണമാണ്. നിലവിലുള്ള അന്വേഷണ സംഘത്തെ അടിയന്തരമായി മാറ്റണമെന്നും V. മുരളീധരൻ കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. CPM നടത്തിയിട്ടുള്ള കൊലപാതകം ജനാധിപത്യത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ്. അങ്ങേയറ്റത്തെ ജീർണതയും ആശയപാപ്പരത്വമാണ് ഇപ്പൊ CPM നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് CPM-ൽ നിന്ന് കൂട്ടത്തോടെയുള്ള ഒരു കൊഴിഞ്ഞുപോക്ക് ഇപ്പൊ തുടങ്ങിയിട്ടുള്ളത്. അക്രമികളോട് കൂടുതൽ പ്രകടിപ്പിക്കുന്ന ഒരാളെ അന്വേഷണ സംഘത്തിന്റെ തലവനാക്കുന്നത് വഴി ഈ അന്വേഷണത്തെ സമ്പൂർണമായിട്ട് അട്ടിമറിക്കാനുള്ള ഒരു മൗനാനുവാദമാണോ സംസ്ഥാന സർക്കാർ നൽകുന്നത് എന്ന് സംശയിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അന്വേഷണ സംഘത്തെ അടിയന്തരമായിട്ട് മാറ്റണം. സർക്കാരിന് ഈ കേസും
കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി നടത്താൻ ഉദ്ദേശിക്കുന്ന കൊലപാതക പരമ്പരകളുടെ ആ പരമ്പരകൾ അവസാനിപ്പിക്കണം അല്ലെങ്കിൽ ഇല്ലാതാക്കണം എന്ന് സർക്കാരിന് ആത്മാർത്ഥമായിട്ട് താല്പര്യമുണ്ട്. ഈ ഉദ്യോഗസ്ഥന്റെ കാര്യക്ഷമതയെക്കുറിച്ച് അടക്കം സംശയങ്ങളുണ്ട്. കാരണം തടിയന്റെ അവിടെ നസീറിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ഇദ്ദേഹത്തിന്റെ കസ്റ്റഡിയിൽ നിന്നാണ് ആ ഭീകരവാദി രക്ഷപ്പെട്ടത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പൊ എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരാളെ ഈ ഗവൺമെന്റ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവനായിട്ട് നിശ്ചയിച്ചത് എന്നുള്ളത് ദുരൂഹമാണ്. ഊർജ്ജ പ്രതിസന്ധിക്ക് ആശ്വാസം ചെറുകിട ജലവൈദ്യുത പദ്ധതികളാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഉപഭോഗം കുറയ്ക്കുക മാത്രമാണ് വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരമെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാരിന്റെ മിഷൻ 676-ൽ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ച നാദാപുരം വിലങ്ങാട് ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിലങ്ങാട്ടെ 7.50 മെഗാവാട്ട് ചെറുകിട ജലവൈദ്യുത പദ്ധതി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നാടിന് സമർപ്പിച്ചു. 59.49 കോടി രൂപ ചിലവിലാണ് പദ്ധതി പൂർത്തിയാക്കിയത്. വടകര താലൂക്കിലെ നരിപ്പറ്റ വാണിമേൽ പഞ്ചായത്തുകളിലെ 1.75 ഹെക്ടർ പ്രദേശം ഉൾക്കൊള്ളുന്ന പദ്ധതിയിൽ നിന്ന് പ്രതിവർഷം 22.63 ദശലക്ഷം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാകും. 82 പേർ പദ്ധതിക്ക് സ്ഥലം വിട്ടുകൊടുത്തു. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി 14 കിലോമീറ്റർ അകലെയുള്ള നാദാപുരം സബ്സ്റ്റേഷനിൽ എത്തിക്കും. സംസ്ഥാനത്തെ ഊർജ്ജ പ്രതിസന്ധിക്ക് വൻകിട പദ്ധതികളെക്കാൾ ചെറുകിട പദ്ധതികളെയാണ് ഇനി ആശ്രയിക്കേണ്ടി വരികയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വൈദ്യുതി പദ്ധതി നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വൈദ്യുതി ഉൽപാദനത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വൻകിട പദ്ധതികൾക്ക് കേന്ദ്രാനുമതി നേടിയെടുക്കുമെന്നും പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ ഉപയോഗപ്പെടുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചെറുകിട ജലവൈദ്യുതി പദ്ധതികളുണ്ട്, അത് നടപ്പിലാക്കണം. വൻകിട പദ്ധതികൾക്ക് ഇന്ന് കേന്ദ്ര അനുമതി കിട്ടുന്നതിന് തടസ്സമുണ്ട്. പക്ഷേ ആ തടസ്സം നീക്കി ഏതെങ്കിലും പദ്ധതിക്ക് കിട്ടുമോ നമ്മൾ പരീക്ഷിക്കും. കിട്ടിയാൽ അത് നോക്കും. വീടുകൾക്ക് സോളാർ പാനൽ വഴി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള പദ്ധതിക്ക് കേന്ദ്രവും സംസ്ഥാനവും ചേർന്ന് 92,000 രൂപ വരെ സബ്സിഡി നൽകുമെന്നും അധ്യക്ഷം വഹിച്ച മന്ത്രി ആര്യാടൻ മുഹമ്മദ് പറഞ്ഞു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ MP, EK വിജയൻ MLA, വൈദ്യുതി ബോർഡ് ചെയർമാൻ M ശിവശങ്കരൻ, ഡയറക്ടർ M മുഹമ്മദ് അലി റാവുത്തർ, ചീഫ് എഞ്ചിനീയർ KV മോഹനൻ എന്നിവർ സംസാരിച്ചു. 2010 ഏപ്രിലാണ് പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നടത്തിയത്. സർക്കാരിന്റെ മിഷൻ 676-ൽ ഉൾപ്പെടുത്തി ഈ പദ്ധതി വടകര താലൂക്കിലെ നരിപ്പറ്റ വാണിമേൽ പഞ്ചായത്തുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. വർഗീയത കാണിച്ച ചക്രവർത്തിമാർക്കൊന്നും അവരുടെ സാമ്രാജ്യം നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. അത് ആധുനിക ചക്രവർത്തിമാർ ഓർക്കുന്നത് നന്നായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഉമർ ബാഫക്കി തങ്ങൾ അനുസ്മരണ പരിപാടിയുടെ ഭാഗമായുള്ള ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യത്യസ്ത രാഷ്ട്രീയ കാഴ്ചപ്പാടും ചിന്താഗതിയും പുലർത്തുമ്പോഴും രാജ്യ താൽപര്യം മുൻനിർത്തി മതേതരത്വം പോലെയുള്ള സുപ്രധാന വിഷയങ്ങളിൽ സമന്വയമുണ്ടാക്കുവാൻ മതേതര കക്ഷികൾക്കാകണമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി അഭിപ്രായപ്പെട്ടു. പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഉമർ ബാഫക്കി തങ്ങൾ എന്നിവരുടെ അനുസ്മരണ സമ്മേളനത്തോടനുബന്ധിച്ച് മതേതര ഭാരതത്തിന്റെ വർത്തമാനം എന്ന വിഷയത്തിൽ നടത്തിയ ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യത്തിന്റെ ശക്തി വലുതാണ്, മതേതരത്വമാണ് അതിന്റെ നെടുന്തൂൺ. വാക്കിലോ പ്രവൃത്തിയിലോ ചിന്തയിലോ മതേതരത്വം വെടിയാതെ ജീവിച്ചവരാണ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും ഉമർ ബാഫക്കി തങ്ങളുമെന്നും അദ്ദേഹം പറഞ്ഞു. വർഗീയത കാണിച്ച ചക്രവർത്തിമാർക്കൊന്നും അവരുടെ സാമ്രാജ്യം നിലനിർത്താൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ആധുനിക ചക്രവർത്തിമാരുണ്ടെങ്കിൽ അവർക്കും പറ്റൂല, അവർക്കും അത് തകർന്ന് തരിപ്പടാവും. യാതൊരു സംശയവും വേണ്ട. ഇവിടെ നമുക്കറിയാം, ഇവിടെ തീവ്രവാദത്തിന്റെ ഒരു കുത്തിയിട്ട് മുളപ്പിക്കാൻ വേണ്ടി എത്ര ശ്രമം നടന്നു. എത്ര ശ്രമം. അതിനെ തലച്ചോടച്ച് ഇല്ലാതാക്കിയ നേതാവാണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. കേരളത്തിന്റെ മാത്രം കാര്യം എടുത്താൽ അത് കാണാൻ കഴിയും. P ശ്രീരാമകൃഷ്ണൻ MLA, VD സതീശൻ MLA, മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ്, ET മുഹമ്മദ് ബഷീർ MP, ഉമ്മർ പാണ്ടികശാല, MC മായിൻ ഹാജി എന്നിവർ സംസാരിച്ചു. അനുസ്മരണ സമ്മേളനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഫോണിലൂടെ ഉദ്ഘാടനം ചെയ്തു. വാർത്തകളിൽ ഇടവേള. അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. എനിക്ക് കാണണ്ടവനെ. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം.
വള്ളംകളിയുടെ താളമില്ലാതെ എന്തോണം, പുലികളിയുടെ ചുവടുകളില്ലാതെ എന്തോണം, കൈകൊട്ടിക്കളിയുടെ ഈണമില്ലാതെ എന്തോണം, പൂക്കളുടെ നിറങ്ങളില്ലാതെ എന്തോണം, കല്യാൺ സിൽക്സ് ഒരുക്കുന്ന വർണ്ണങ്ങളില്ലാതെ എന്തോണം. കല്യാൺ സിൽക്സ്, ഒത്തൊരുമിക്കാൻ ഓണമൊരുക്കാം കല്യാൺ സിൽക്സിനൊപ്പം. റംസാൻ ഓണം ഖാദി മേള മിഠായിത്തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. കോട്ടൺ ഖാദി, മസ്ലിൻ ഖാദി, വൂളൻ, സിൽക്ക്, സ്പൺ സിൽക്ക്, ഖാദി പോളി വസ്ത്രം, പരവതാനികൾ, ഖാദി റെഡിമെയ്ഡ്, ചെടിച്ചട്ടികൾ, കരകൗശല വസ്തുക്കൾ, തേൻ, സോപ്പ്, എള്ളെണ്ണ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ജൂട്ട് ലെതർ ഉൽപ്പന്നങ്ങൾ, കോലാപ്പുരി ചെരുപ്പുകൾ, ആയുർവേദ സോപ്പുകൾ, മരം, ചൂരൽ, സ്റ്റീൽ ഫർണിച്ചറുകൾ, വീട്ടാവശ്യത്തിനുള്ള മറ്റു ഉപകരണങ്ങൾ, 30% ഗവൺമെന്റ് റിബേറ്റ്. റംസാൻ ഓണം ഖാദി മേള മിഠായിത്തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. നമ്മുടെ സന്തോഷത്തെക്കാൾ വലുതായി അവർക്ക് മറ്റെന്തുണ്ട്? നമുക്കേകും സന്തോഷം അവർക്കതാണ് ആഘോഷം, നിമിഷങ്ങളെല്ലാം ഉത്സവം. തോളുമ്പോൾ ഈ സന്തോഷം തിളങ്ങുന്നൊരാഘോഷം, നിമിഷങ്ങളെല്ലാം ഉത്സവം. വാഴ്വെന്നും അഴകാം ഉത്സവം. നമുക്കേകും സന്തോഷം. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. മഹാകവി ഉള്ളൂർ മെമ്മോറിയൽ റിസർച്ച് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ ഉള്ളൂർ സ്മാരക പുരസ്കാരം KG കുട്ടിക്കൃഷ്ണന് മന്ത്രി KC ജോസഫ് സമ്മാനിച്ചു. സ്പോർട്സ് കൌൺസിൽ ഹാളിലാണ് പരിപാടി നടന്നത്. KG കുട്ടിക്കൃഷ്ണൻ രചിച്ച കാലങ്ങളെ വിട എന്ന പുസ്തകമാണ് അവാർഡിനായി പരിഗണിച്ചത്. പ്രൊഫസർ ഉള്ളൂർ M പരമേശ്വരൻ മുഖ്യപ്രഭാഷണം നടത്തി. മഹാകവി ഉള്ളൂർ മെമ്മോറിയൽ റിസർച്ച് ഫൗണ്ടേഷൻ ഉള്ളൂർ സ്മാരക പുരസ്കാര വിതരണവും പുസ്തക പ്രകാശനവും മന്ത്രി KC ജോസഫ് നിർവഹിച്ചു. ഡോക്ടർ KV തോമസ് അധ്യക്ഷം വഹിച്ചു. KG കുട്ടിക്കൃഷ്ണൻ രചിച്ച കാലങ്ങളെ വിട എന്ന കവിതാ സമാഹാരത്തിനായിരുന്നു ഉള്ളൂർ സ്മാരക അവാർഡ്. അദ്ദേഹം രചിച്ച സെന്റ് ജൂഡ് പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ച അകവും പുറവും കവിതാ സമാഹാരവും ആഷ് പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ച മോക്ഷപ്രാപ്തിയും അതിലേക്കുള്ള ചവിട്ടുപടികളും എന്ന ആത്മീയ കൃതിയും മന്ത്രി പ്രകാശനം ചെയ്തു. മീഡിയ ഹൌസും നന്മ ബുക്സും പ്രസിദ്ധീകരിച്ച 3 ഗ്രന്ഥങ്ങളും മന്ത്രി പ്രകാശനം ചെയ്തു. വർഗീസ് തോട്ടക്കാടിന്റെ ഒറ്റപ്പെട്ടവന്റെ ധാരുശില്പങ്ങൾ എന്ന പുസ്തകം മന്ത്രിയിൽ നിന്ന് മലയാള മനോരമ അസിസ്റ്റന്റ് എഡിറ്റർ KF ജോർജ് ഏറ്റുവാങ്ങി. ഔസേപ്പ് തൂമ്പുങ്കിലിന്റെ കടങ്കഥകൾ പ്രൊഫസർ VJ തോമസും മുരളീധരൻ മുല്ലമറ്റത്തിന്റെ അറിയാം മനുഷ്യ ശരീരത്തെ എന്ന പുസ്തകം മലപ്പുറം മുനിസിപ്പൽ കൌൺസിലർ KP ഹൈദരലിയും ഏറ്റുവാങ്ങി. KF ജോർജ്, ആറ്റക്കോയ പള്ളിക്കണ്ടി, കൃഷ്ണകുമാർ, ഡോക്ടർ പ്രിയദർശൻ ലാൽ, ഡോക്ടർ K ശ്രീകുമാർ, MK സുരേഷ് ബാബു, പ്രൊഫസർ ഉള്ളൂർ M പരമേശ്വരൻ, PR നാഥൻ, ഡോക്ടർ PK ചന്ദ്രൻ, ആന്റണി പുലിക്കോട്ടിൽ, VR ശശിധരൻ, സണ്ണി ജോസഫ് എന്നിവർ സംസാരിച്ചു. ഓർമ്മയിൽ നിന്ന് പറയാൻ വളരെ കാര്യങ്ങളില്ല. കാരണം എനിക്ക് 5 വയസ്സുള്ളപ്പോൾ അദ്ദേഹം മരിച്ചുപോയി. എന്നാലും പുസ്തകങ്ങളിൽ നിന്ന് ജീവചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്നും വായിച്ചതും എൻ്റെ കുടുംബത്തിലുള്ള മൂത്ത ആളുകൾ പറഞ്ഞു കേട്ടതുമായ കാര്യങ്ങളെ ചുരുക്കി പറയാം. ഞങ്ങളുടെ പൂർവികന്മാർ കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വന്നവരാണ്. ഇന്ത്യയിലെ സോഷ്യലിസ്റ്റുകളെ ഒരു കുടക്കീഴിൽ അണിനിരത്താൻ ശ്രമം തുടങ്ങിയതായി MP വീരേന്ദ്രകുമാർ. ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മാറ്റത്തിന് കാരണമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ജനതാദൾ എസിൽ നിന്നും രാജിവെച്ച് സോഷ്യലിസ്റ്റ് ജനതയിൽ ചേർന്നവരുടെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെ സോഷ്യലിസ്റ്റുകളെ ഒരു കുടക്കീഴിൽ അണിനിരത്താൻ ശ്രമം തുടങ്ങിയതായും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മാറ്റം സംഭവിക്കുമെന്നും സോഷ്യലിസ്റ്റ് ജനതാ സംസ്ഥാന പ്രസിഡന്റ് MP വീരേന്ദ്രകുമാർ പറഞ്ഞു. ജനതാദൾ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ V കൃഷ്ണദാസിന്റെയും V മനോഹരന്റെയും നേതൃത്വത്തിൽ ജനതാദൾ എസിൽ നിന്ന് രാജിവെച്ച് സോഷ്യലിസ്റ്റ് ജനതയിൽ ചേർന്നവരുടെ കൺവെൻഷൻ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സന്തോഷമാണ് അറിയിക്കാൻ കഴിയും. സംബന്ധിച്ച് സോഷ്യലിസ്റ്റ് ജനതയിൽ ചേർന്നവർക്ക് വീരേന്ദ്രകുമാർ പാർട്ടി അംഗത്വം നൽകി സ്വീകരിച്ചു.
സംസ്ഥാന സമിതി നേതാക്കളായ വി കുഞ്ഞാലി, എം കെ ഭാസ്കരൻ, കെ ശങ്കരൻ മാസ്റ്റർ, എൻ കെ വത്സൻ, ഇളമന ഹരിദാസ്, NC മോയിൻകുട്ടി, യുവജനതാ സംസ്ഥാന പ്രസിഡന്റ് സലീം അടവൂർ, മഹിളാ ജനതാദൾ ജില്ലാ പ്രസിഡന്റ് ജീജാദാസ്, PM തോമസ് മാസ്റ്റർ, സ്വാതന്ത്ര്യ സമര സേനാനി P വാസു, B കൃഷ്ണദാസൻ എന്നിവർ സംസാരിച്ചു. സോഷ്യലിസ്റ്റ് ജനതാ ജില്ലാ പ്രസിഡന്റ് മനേത്ത് ചന്ദ്രൻ അധ്യക്ഷം വഹിച്ചു. V മനോഹരൻ മറുപടി പ്രസംഗം നടത്തി. ജില്ലാ സെക്രട്ടറി പൊറ്റങ്ങാടി കിഷൻചന്ദ് സ്വാഗതവും ജില്ലാ സെക്രട്ടറി പ്രേംബാസിൽ നന്ദിയും പറഞ്ഞു. പീപ്പിൾസ് റിവ്യൂ 8ാം വാർഷികാഘോഷം ഹോട്ടൽ മലബാർ പാലസിൽ നടന്നു. സാംസ്കാരിക വകുപ്പ് മന്ത്രി KC ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഓൺലൈൻ എഡിഷൻ ഉദ്ഘാടനവും വ്യത്യസ്ത മേഖലയിൽ പ്രശസ്തരായവർക്കുള്ള അവാർഡ് ദാനവും പുസ്തക പ്രകാശനവും സപ്ലിമെന്റ് പ്രകാശനവും നടന്നു. പീപ്പിൾസ് റിവ്യൂ പബ്ലിക്കേഷൻസിന്റെ 8ാം വാർഷികം സാംസ്കാരിക വകുപ്പ് മന്ത്രി KC ജോസഫ് മലബാർ പാലസിൽ ഉദ്ഘാടനം ചെയ്തു. വ്യത്യസ്ത മേഖലകളിൽ പ്രതിഭ തെളിയിച്ച AD മാധവൻ, പ്രകാശൻ വെള്ളിയൂർ, ചെറുവാടി ഹാജി, CT അബ്ദുൾ മജീദ്, അസീസ് കാടേങ്ങൽ, KV അബ്ദുള്ള, തോമസ് മാത്യു, വെട്ടൻ മുഹമ്മദ് ഷെരീഫ്, VT മധുസൂദനൻ നായർ, രാധാമാധവൻ എന്നിവർക്കുള്ള പുരസ്കാരം മന്ത്രി വിതരണം ചെയ്തു. പീപ്പിൾസ് റിവ്യൂ ഓൺലൈൻ എഡിഷന്റെ ഉദ്ഘാടന കർമ്മം കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് മനേത്ത് ചന്ദ്രൻ നിർവഹിച്ചു. ഉസ്മാൻ ചാത്തംചിറ രചിച്ച കൂർമ്മം ചെറുകഥാ സമാഹാരം മന്ത്രി KC ജോസഫ് ആർക്കിടെക്ട് RK രമേശ് നൽകി പ്രകാശനം ചെയ്തു. പീപ്പിൾസ് റിവ്യൂ സ്പെഷ്യൽ പതിപ്പ് പ്രകാശനം അഡ്വക്കേറ്റ് PS ശ്രീധരൻ പിള്ള, PRD ഡെപ്യൂട്ടി ഡയറക്ടർ T വേലായുധൻ നൽകി പ്രകാശനം ചെയ്തു. പീപ്പിൾസ് റിവ്യൂ സ്പെഷ്യൽ പതിപ്പ് CDA ചെയർമാൻ NC അബൂബക്കർ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ഖാദർ പാലാഴിക്ക് നൽകി. ഊരകം പഞ്ചായത്ത് പ്രസിഡന്റ് KP അസ്ലു, ഫെഡറൽ ബാങ്ക് സോണൽ ആൻഡ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ TA വർഗീസ്, PK ഗോപാലൻ, കരീം പന്നിത്തടം, ഡോക്ടർ ദേവദാസ് ഗാന്ധിഗ്രാം, എഞ്ചിനീയർ മുഹമ്മദ് ഗോയ, ആറ്റുകോയ പള്ളിക്കണ്ടി, വെള്ളായിനി ശ്രീകുമാർ, വിനീഷ് വിദ്യാധരൻ, P അനിൽ ബാബു, PT നാസർ, PK ജയചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ പ്രിയദർശനാൽ ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനി, ആദ്യകാല കോൺഗ്രസ് നേതാവ്, ചരിത്രകാരൻ, പത്രാധിപർ എന്നീ നിലകളിൽ പ്രശസ്തനും കമ്മ്യൂണിസ്റ്റ് നേതാവും രക്തസാക്ഷിയുമായിരുന്ന മൊയ്യാരത്ത് ശങ്കരന്റെ 125ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. KP കേശവമേനോൻ ഹാളിൽ നടന്ന പരിപാടി MP വീരേന്ദ്രകുമാർ ഉദ്ഘാടനം ചെയ്തു. മൊയ്യാരത്ത് ശങ്കരന്റെ ആത്മകഥ ആ കാലഘട്ടത്തിലെ ചരിത്രവും സംസ്കാരവും വ്യക്തമാക്കുന്നതാണെന്ന് മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ MP വീരേന്ദ്രകുമാർ. മൊയ്യാരത്ത് ശങ്കരന്റെ 125ാം ജന്മവാർഷികാചരണത്തോടനുബന്ധിച്ച് മൊയ്യാരത്ത് ശങ്കരന്റെ ആത്മകഥയുടെ പുനഃപ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിന് ഏറ്റവും കൂടുതൽ ബഹുമാനിച്ച വ്യക്തികളും അതൊന്ന് KP കേശവമേനോൻ വലിയ സ്വാധീനമാണ് അദ്ദേഹത്തിന്. അദ്ദേഹം വളരെ കുമാരത്താക്കൾക്ക് പ്രവർത്തിച്ചിട്ടുണ്ട്. ഓർമ്മ ശരിയാണെങ്കിൽ വായിച്ചത് 13 കൊല്ലം കോൺഗ്രസിന്റെ സെക്രട്ടറി ആയിരുന്നു. വളരെ പ്രവർത്തിക്കണം അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് KP കേശവൻ. പ്രദീപ് കുമാർ MLA അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ ഡോക്ടർ KN ഗണേഷ് പുസ്തകത്തിന്റെ ആദ്യ കോപ്പി സ്വീകരിച്ചു. മുൻമന്ത്രി ബിനോയ് വിശ്വം അനുസ്മരണ പ്രഭാഷണം നടത്തി. ദേശാഭിമാനി ആഴ്ചപ്പതിപ്പ് പത്രാധിപർ KP മോഹനൻ, കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ KT കുഞ്ഞിക്കണ്ണൻ, കവിയൂർ രാജഗോപാലൻ, ജനാർദ്ദനൻ മൊയ്യാരത്ത്, പുല്ലാക്കൊടി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. വാർത്തകളിൽ മറ്റൊരിടവേള. അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. എനിക്ക് കാണണ്ടവനെ. ആഹ്ലാദം മുണ്ടുകൾ, ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. കൈരളി ഓണം ഫെയർ 2014 കോഴിക്കോട് തളി ജയ ഓഡിറ്റോറിയത്തിൽ. കൈത്തറി വസ്ത്രങ്ങൾ, കരകൗശല വസ്തുക്കൾ, പാലക്കാടൻ മൺപാത്രങ്ങൾ, സെമി പ്രഷ്യസ് സ്റ്റോൺ ജ്വല്ലറി, ലെതർ ഉൽപ്പന്നങ്ങൾ, രാമച്ചം ഉൽപ്പന്നങ്ങൾ, 10% ഗവൺമെന്റ് റിബേറ്റ്. കൈരളി ഓണം ഫെയർ 2014 കോഴിക്കോട് തളി ജയ ഓഡിറ്റോറിയത്തിൽ. വാർത്തകൾ തുടരുന്നു. PV സ്വാമി സ്മാരക അവാർഡ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രമുഖ വ്യവസായി K മുരളീധരന് സമ്മാനിച്ചു. ടാഗോർ ഹാളിൽ നടന്ന അനുസ്മരണ യോഗം വയലാർ രവി MPയും സെമിനാർ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഉദ്ഘാടനം ചെയ്തു. PV ഗംഗാധരൻ അവാർഡ് ജേതാവിന് പുഷ്പഹാരം അണിയിച്ചു. PV സ്വാമി സ്മാരക അവാർഡ് പ്രമുഖ വ്യവസായി K മുരളീധരന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സമ്മാനിച്ചു. രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന PV സ്വാമിയുടെ പേരിലുള്ള പുരസ്കാരം വ്യവസായി എന്നതിലുപരി നല്ലൊരു മനുഷ്യസ്നേഹിയായ K മുരളീധരനെ സമ്മാനിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അവാർഡ് ജേതാവിനെ പൊന്നാട അണിയിക്കാൻ
ഈ വർഷം യോഗം വയലാർ രവി MP ഉദ്ഘാടനം ചെയ്തു. മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ MP വീരേന്ദ്രകുമാർ അധ്യക്ഷനായിരുന്നു. CPI സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ, കളക്ടർ CA ലത, മലബാർ ചേംബർ പ്രസിഡന്റ് അലോക് കുമാർ സാബു, PV സ്വാമി സ്മാരക ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി PV ചന്ദ്രൻ, PV നിതീഷ്, പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, ഡോക്ടർ TK ജയരാജ് എന്നിവർ സംസാരിച്ചു. രാജ്യത്തെ പുതിയ നേതൃത്വം മതേതരത്തിന് ഭീഷണിയോ എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. മാധ്യമപ്രവർത്തകൻ PP ജെയിംസ് മോഡറേറ്ററായിരുന്നു. KPCC വൈസ് പ്രസിഡന്റ് MM ഹസൻ, അഡ്വക്കേറ്റ് ഷഹീർ സിംഗ്, മാതൃഭൂമി എഡിറ്റർ M കേശവ മേനോൻ, ഡോക്ടർ ജയകേഷ് ജയരാജ് എന്നിവർ സെമിനാറിൽ സംസാരിച്ചു. ഓണവിശേഷങ്ങളിലേക്ക്. അത്തം തുടങ്ങി ഇനി തിരുവോണത്തിന് ഏതാനും ദിനങ്ങൾ മാത്രം. നാടും നഗരവും ഓണത്തിരക്കിലാണ്. സ്ഥാപനങ്ങൾ, സംഘടനകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ എന്നിവരുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം പൊടിപൊടിക്കുകയാണ്. ജില്ലയുടെ വിവിധയിടങ്ങളിൽ നടന്ന ഓണാഘോഷ വിശേഷങ്ങളിലേക്ക്. കോഴിക്കോട് ജില്ലയിലെ ബാങ്ക് ജീവനക്കാരുടെ കൂട്ടായ്മയായ നവതരംഗത്തിന്റെ ആഭിമുഖ്യത്തിൽ 30ാമത് അത്തപ്പൂക്കള മത്സരം സംഘടിപ്പിച്ചു. പുഷ്പോത്സവം 2014 BM ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടന്നത്. പൂക്കള മത്സരത്തിൽ 1ാം സ്ഥാനം SBT കുന്നമംഗലത്തിലെ അനിൽ ഗോപാലൻ പാർട്ടിക്കും, 2ാം സ്ഥാനം പഞ്ചാബ് നാഷണൽ ബാങ്ക് മെയിൻ ബ്രാഞ്ചിലെ N വേണുഗോപാലൻ പാർട്ടിക്കും, 3ാം സ്ഥാനം കോഴിക്കോട് KDC ബാങ്കിലെ മുഖ്യശാഖയിലെ കൃഷ്ണയ്ക്കും സംഘത്തിനുമാണ് ലഭിച്ചത്. 1ാം സ്ഥാനം നേടിയ ടീമിന് AVG സ്മാരക റോളിംഗ് ട്രോഫിയും 3514 രൂപയും, 2ാം സ്ഥാനം നേടിയ ടീമിന് സിന്ധ്യ പ്രകാശ് സ്മാരക റോളിംഗ് ട്രോഫിയും 2514 രൂപയും, 3ാം സ്ഥാനം നേടിയ ടീമിന് V സോമശേഖരൻ സ്മാരക റോളിംഗ് ട്രോഫിയും 1514 രൂപയും നൽകി. SBD കോഴിക്കോട് AGM PA ബാബുരാജ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. നവതരംഗം പ്രസിഡന്റ് പ്രവീൺ ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. V ഗോപി, ബാലഗംഗാധരൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പരിപാടിയോടനുബന്ധിച്ച് SSLC CBSE വിഷയങ്ങളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അവാർഡ് നൽകി ആദരിച്ചു. കാനേഷ് പൂരൂർ ഉപഹാരം സമർപ്പിച്ചു. NSS ബേപ്പൂർ കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. പ്രസിഡന്റ് ഓമക്കൽ ശശിധരന്റെ അധ്യക്ഷതയിലാണ് പരിപാടികൾ നടന്നത്. വൈസ് പ്രസിഡന്റ് ജനാർദ്ദനൻ നായർ, ട്രഷറർ അരവിന്ദാക്ഷൻ നായർ, സെക്രട്ടറി V സുരേഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറി വിനോദ് കുമാർ, ജയപ്രകാശ്, വേണുഗോപാൽ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. പരിപാടിയോടനുബന്ധിച്ച് ഓണക്കിറ്റ് വിതരണവും ഉപഹാര സമർപ്പണവും നടന്നു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അരക്കണർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ജിനരാജദാസ് സ്കൂളിൽ നടന്ന പരിപാടി അസോസിയേഷൻ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് K ലീല ഉദ്ഘാടനം ചെയ്തു. KV സഹീറ അധ്യക്ഷം വഹിച്ചു. സംഘടക സമിതി അംഗങ്ങളായ LS ഉണ്ണികൃഷ്ണൻ, N സധു, P ദീപ, C കന്യക, സജീവോത്തമൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഓലമടയിൽ കയറുപിരി, ലെമൺ സ്പൂൺ, നടത്ത മത്സരം, ചവിട്ടിപ്പൊട്ടിക്കൽ, കസേരകളി, സൂചി കോർക്കൽ, കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ, സുന്ദരിക്ക് പൊട്ടുകുത്തൽ തുടങ്ങിയ മത്സരങ്ങളും കലാപരിപാടികളും ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു. അരക്കിട നക്ഷത്ര റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. പൂക്കുള മത്സരം, ലെമൺ സ്പൂൺ, മ്യൂസിക്കൽ ചെയർ, ബലൂൺ പൊട്ടിക്കൽ, കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ, സുന്ദരിക്ക് പൊട്ടുതൊടൽ, കമ്പവലി മത്സരം തുടങ്ങിയവ ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു. അസോസിയേഷൻ പ്രസിഡന്റ് മലർക്കാവിൽ മോഹനൻ, സെക്രട്ടറി ഇബ്രാഹിം കോയ, മാമുക്കോയ, സുരേന്ദ്രൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ നടന്നു. അറിയിപ്പ്: കോഴിക്കോട് ആസ്ഥാനമായി ഉടൻ സംപ്രേഷണം ആരംഭിക്കുന്ന ഓൺലൈൻ വീഡിയോ ന്യൂസ് പോർട്ടലിലേക്ക് വാർത്താ അവതാരകരെ ആവശ്യമുണ്ട്. മുൻപരിചയം ആവശ്യമില്ല. താൽപര്യമുള്ളവർ 8660003333 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. RSS പ്രവർത്തകന്റെ കൊലപാതകം. സംസ്ഥാന ഹർത്താൽ ജില്ലയിൽ പൂർണ്ണം.
CPM നടത്തിയ കൊലപാതകം ജനാധിപത്യത്തിന് നേരെയുള്ള വെല്ലുവിളിയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ V. മുരളീധരൻ. അന്വേഷണ ഉദ്യോഗസ്ഥൻ മാർക്സിസ്റ്റ് പാർട്ടിയോട് പരസ്യമായി കൂറുപുലർത്തുന്ന ആളാണെന്നും അദ്ദേഹത്തെ അടിയന്തരമായി മാറ്റണമെന്നും മുരളീധരൻ. ഊർജ്ജ പ്രതിസന്ധിക്ക് ആശ്വാസം ചെറുകിട വൈദ്യുത പദ്ധതികളെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. വിലങ്ങാട് ജലവൈദ്യുത പദ്ധതി നാടിന് സമർപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം.